നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മുടെ വിഷുക്കണിയൊക്കെ കഴിഞ്ഞ് ആ ഒരു വിഷുക്കാലത്തിൽ നിന്ന് നാം മെയ് മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നാൽ വിഷുക്കണി കണ്ട ഏവരുടെയും ജീവിതത്തിലേക്ക് ആ കണിയുടെ ഐശ്വര്യവും ചൈതന്യവും കടന്നു വരുന്ന ദിവസങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. നാം ഇന്ന് പുലർച്ചെ പ്രശ്നത്തിൽ കണ്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പരാമർശിക്കാൻ പോകുന്നത്. ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് അതീവ സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെയും അപ്പുറത്തേക്കാണ് നിങ്ങളുടെ ജീവിതം എത്തിപ്പെടാൻ പോകുന്നത്. അത് കഴിഞ്ഞ വിഷുക്കാലത്തിൻ്റെ നിങ്ങൾ കണ്ട വിഷുക്കണിയുടെ ചൈതന്യവും ഐശ്വര്യവും തന്നെയാണ്. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തി തന്നെയാണ്. 2026 വിഷുക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു നിസ്സാര മാറ്റമല്ല കൊണ്ടുവരുന്നത്. ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ പ്രപഞ്ചം നമുക്കായി ഒരു വലിയ വഴിത്തിരിവ് ഒരുക്കി കഴിഞ്ഞു. ശനി, വ്യാഴം, രാഹു, കേതു എന്നീ മഹാഗ്രഹങ്ങൾ തങ്ങളുടെ സ്ഥാനങ്ങൾ മാറുന്ന ഒരു അപൂർവമായ കാലഘട്ടമാണ്. ഈ ഒരു മാറ്റത്തെ ജ്യോതിഷത്തിൽ മഹായോഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാലചക്രത്തിൻ്റെ കറക്കത്തിൽ നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് അവസാനമുണ്ടാകും. ഭാഗ്യത്തിൻ്റെ പുതിയ വാതിലുകൾ നമുക്കായി തുറക്കുന്ന സമയമാണിത്. 10 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യവും അപ്രതീക്ഷിത ധനലാഭവും കോടീശ്വരയോഗവും പ്രവചിക്കപ്പെടുന്നത് നാം നിസ്സാരമായി കാണരുത്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും നിങ്ങളുടെ വഴിപാടുകളുടെയും ശക്തി തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും നിങ്ങൾ നിത്യവും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നവർ തന്നെയാണ്. ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഭഗവാനെ പഴി പറയുന്നവരും ധാരാളമുണ്ട്. നിങ്ങൾ ഭഗവാനെ പഴി പറഞ്ഞാലും ഭഗവാൻ നിങ്ങൾക്കുള്ള അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും. അതായത് മെയ് 23 മുതൽ നിങ്ങൾക്കിതിൻ്റെ ഗുണഫലം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനം പല വഴികളിലൂടെ വരും. നിങ്ങൾ നടന്നു പോകുന്ന വഴികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് പൊന്നും പണവും ലഭിക്കാനുള്ള യോഗമുണ്ട്. അത്രയേറെ സൗഭാഗ്യം തന്നെയാണ്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നാം കാണുന്നില്ലേ? എന്തെല്ലാം മാറ്റങ്ങൾ! ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടതകളുടെയും പടുകുഴിയിൽ നിന്ന് എത്രയെത്ര ആളുകൾ ജീവിത വിജയം കൈവരിച്ചു. എത്രയെത്ര പേർ സമ്പന്നരായി. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്ര ആളുകൾ പരിവർത്തനം ചെയ്തു. ഇതെല്ലാം അവരുടെ കഠിനാധ്വാനത്തോടൊപ്പം ഗ്രഹനിലകളും എല്ലാം ഒത്തുചേരുമ്പോൾ, അവരെ സൗഭാഗ്യം കടാക്ഷിക്കുമ്പോൾ, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. അവരുടെ ജീവിതത്തിലേക്ക് ധാരാളം പണവും അവരുടെ ബിസിനസ്സും അവരുടെ തൊഴിലിടങ്ങളും എല്ലാം മെച്ചപ്പെടുന്നതിലൂടെ അവർക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അത്തരത്തിലൊരു സൗഭാഗ്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരാൻ പോകുന്നത്. നാം കഴിഞ്ഞ മാസം പത്രങ്ങളിൽ കണ്ടുകാണും പ്രവാസിയായ മലയാളിക്ക് 35 കോടി രൂപ ലോട്ടറി സൗഭാഗ്യം ലഭിച്ചത്. ഇത്തരത്തിൽ പല ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ പല വിധത്തിൽ സൗഭാഗ്യങ്ങൾ കടന്നു വന്ന് അവർ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നു. ചില ആളുകൾക്ക് നറുക്കെടുപ്പിലൂടെ വാഹനങ്ങൾ ലഭിക്കുന്നു, കാറ്, ബൈക്ക് പോലുള്ളവ. മറ്റു ചില ആളുകൾക്ക് സ്വർണം സമ്മാനമായി ലഭിക്കുന്നു. ചില ആളുകൾക്ക് പണം, ചില ആളുകൾക്ക് മറ്റു പലതും. അങ്ങനെ ജീവിതത്തിൽ ദൈനംദിനം വളർച്ചകൾ, ഉയർച്ചകൾ ഉണ്ടാകുന്ന ആളുകൾ ധാരാളമുണ്ട്. ഇതെല്ലാം നാം കാണുന്നുമുണ്ട്. എന്നിരുന്നാലും ഇതിനെ നെഗറ്റീവായി സമീപിക്കും. ഈ നെഗറ്റീവായ ചിന്താഗതി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നത്. നമുക്ക് ചുറ്റുമുണ്ടാകുന്ന മാറ്റങ്ങളെ നാം സ്വീകരിക്കുക തന്നെ ചെയ്യണം. അത്തരം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. കാരണം നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും ധാരാളം നെഗറ്റീവ് ഉണ്ടാവും. നെഗറ്റീവ് ഊർജ്ജം നിങ്ങൾക്കൊപ്പം നിലനിൽക്കുന്നു. അതായത് കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം, മറ്റ് നെഗറ്റീവ് ക്രിയകളാൽ വരുന്ന ധാരാളം ദോഷങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ ചിന്താഗതികളും നെഗറ്റീവായി മാറുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ താളം തെറ്റിക്കുകയാണ് ചെയ്യുക. ഇത്തരം സൗഭാഗ്യങ്ങൾ കടന്നു വരുന്നതിനെയും അത് തടയുന്നു. അതുകൊണ്ട് നിങ്ങൾ സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം പോസിറ്റീവ് ചിന്താഗതികളും പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളും കണ്ടെത്തി അവിടെ സമയം ചിലവഴിക്കുക. ജ്യോതിഷം എന്ന വഴികാട്ടിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും നിങ്ങളെ വേട്ടയാടുന്ന നെഗറ്റീവ് ശക്തികളെയും തിരിച്ചറിയുവാനും മറികടക്കാനും നമുക്ക് സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും കർമ്മഫലത്തിൻ്റെയും ഫലമാണ് ഈ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത്. എൻ്റെ കഷ്ടപ്പാടുകൾ എന്ന് തീരുമെന്ന് ചിന്തിച്ച് വിഷമിച്ച ദിനങ്ങൾ ഇനി അവസാനിക്കുകയാണ്. ആഡംബരപൂർണമായ ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. അതിനാൽ തന്നെ സകല നെഗറ്റീവ് ചിന്തകളും വെടിഞ്ഞ് പോസിറ്റീവായി ഇക്കാര്യങ്ങളെ സ്വീകരിക്കുക. ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി മറ്റൊരു കാര്യം കൂടെ പറയാം. നാം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, അതായത് കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ക്രിയകളാലുള്ള ഊർജ്ജം നിങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ, നിങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും നടക്കുന്ന നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാവുന്നതാണ്.
അതിനായി നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്താൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളിലും സുഹൃത്തുക്കളിലുമെല്ലാം ഉണ്ടാകും. അവരിലേക്ക് ഈ അധ്യായം ഷെയർ ചെയ്യുക. നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിലൂടെ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളെയും മറികടന്ന് ഇത്തരം സൗഭാഗ്യങ്ങൾ പെട്ടെന്ന് അവരിലേക്ക് എത്തുവാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ഭാഗ്യസൂക്തം പോലുള്ള പുഷ്പാഞ്ജലികൾ വേണ്ടവർ അത് എഴുതി അറിയിക്കുക. കൂടാതെ എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ അധ്യായത്തിന് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ തന്നെയാണ് നമ്മുടെ പ്രോത്സാഹനവും സന്തോഷവും. ഇനി ആ ഭാഗ്യ നക്ഷത്രങ്ങളിൽ ആദ്യം തന്നെ വരുന്നത് നമുക്കിന്ന് പുലർച്ചെ കാണാൻ സാധിച്ചത് തിരുവോണം നക്ഷത്രക്കാരെയാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഇത് ഭാഗ്യത്തിന്മേൽ ഭാഗ്യം വരുന്ന സമയമാണ്. ശനി 3-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ ദീർഘകാലമായ ദുരിതങ്ങൾ അവസാനിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ധനഭാവത്തിൽ പതിയുന്നതിനാൽ നഷ്ടപ്പെട്ടതെന്ന് കരുതിയ വീടോ പണയത്തിലുള്ള ആഭരണങ്ങളോ തിരിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭഗവാൻ കൃഷ്ണനെ ഭജിക്കുന്നത് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ കഷ്ടതകൾ അവസാനിക്കും. നിങ്ങൾക്ക് ഈ മെയ് 23-ാം തീയതി വലിയൊരു തുക നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ദിവസം തന്നെയാണ്. അതുകൊണ്ട് രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തി മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇനി രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ചത് രോഹിണി നക്ഷത്രക്കാരെയാണ്. ക്ഷമയോടെ കാത്തിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് സുവർണകാലമാണ്. ശനി 11-ാം ഭാവത്തിലേക്ക് മാറുന്നത് ലോട്ടറി ഭാഗ്യവും സ്ഥാനക്കയറ്റവും നൽകും. IT, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉള്ളവർക്ക് അപ്രതീക്ഷിത ധനലാഭം ലഭിക്കും. നിങ്ങളുടെ പരാജയം ആഗ്രഹിച്ചവരുടെ മുന്നിൽ നിങ്ങൾ കുതിച്ചുയരും. ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനം കൈകളിലേക്ക് വരും. മെയ് 23-ാം തീയതി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ധനലാഭമുണ്ടാവും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. ആഡംബര ജീവിതം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ സാധ്യമാകുന്ന സമയങ്ങളിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മൂന്നാമതായി പുലർച്ചെ നമുക്ക് പ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് ചോതി നക്ഷത്രമാണ്. പ്രക്ഷുബ്ധമായ കടൽ ശാന്തമാകുന്നത് പോലെ ചോതി നക്ഷത്രക്കാരുടെ ജീവിതമിനി ശാന്തമാകും. ശനി 6-ാം ഭാവത്തിൽ എത്തുന്നതോടെ ശത്രുനാശവും രോഗമുക്തിയും സംഭവിക്കും. പുതിയ വീടോ വാഹനമോ വാങ്ങാനുള്ള നിങ്ങളുടെ സ്വപ്നം ഈ വർഷം യാഥാർത്ഥ്യമാകും. മെയ് 23-ാം തീയതി നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനം വന്നുചേരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. അതുകൊണ്ട് സാധ്യമാകുന്ന സമയങ്ങളിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നാലാമതായി വരുന്നത് അനിഴം നക്ഷത്രമാണ്. 2026 മെയ് മുതൽ അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ, അതായത് മെയ് 23 മുതൽ ജീവിതം മാറിമറിയും. വ്യാഴം 9-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ അപ്രതീക്ഷിത ഫോൺ കോൾ വഴിയോ കൂടിക്കാഴ്ചകൾ വഴിയോ അവസരങ്ങൾ തേടിയെത്തും. ഭൂമി ഇടപാടുകളിൽ വൻ ലാഭം പ്രതീക്ഷിക്കാം. ലോട്ടറി സൗഭാഗ്യം പോലുള്ള അപ്രതീക്ഷിത ധനയോഗവും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നിങ്ങളെ ധനം തേടിയെത്തുമെന്ന് തന്നെ പറയാം. അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ഉയർച്ചകളുടെ സമയമാണ്. നിങ്ങളെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചവരുടെ മുന്നിൽ, നിങ്ങളെ തോൽപ്പിച്ചവരുടെ മുന്നിൽ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്ന സമയമാണ്. മെയ് 23-ാം തീയതി വലിയൊരു ധനം നിങ്ങളുടെ കൈകളിൽ തേടിയെത്തും. നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ നിന്ന് പോലും ധനം ലഭിക്കാനുള്ള യോഗമുണ്ട്. ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെയും വഴിപാടുകളുടെയും ശക്തി തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും വഴിപാടും ഒന്നും തന്നെ പാഴായിട്ടില്ല. എല്ലാം ഭഗവാൻ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പരാമർശിച്ച എല്ലാ നക്ഷത്രക്കാർക്കും ഇത്തരത്തിലൊരു സൗഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ ഉയർച്ചകൾ നിങ്ങൾക്കും അനിവാര്യം തന്നെയാണ്. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇനി 5-ാമതായി വരുന്നത് മകം നക്ഷത്രമാണ്. ജീവിതത്തിൽ പുതിയൊരു ഉദയമാണ് മകം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ബിസിനസ്സിൽ വലിയ ഉണർവുണ്ടാകും. മാതൃസ്വത്തോ പിതൃസ്വത്തോ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിഞ്ഞു വരും. ഭഗവതി ഭജനം നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. സാധ്യമാകുന്ന സമയങ്ങളിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. മെയ് 23-ാം തീയതി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. അപ്രതീക്ഷിത ധനയോഗം തന്നെയാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തെ, ഈ ഒരു കാലഘട്ടത്തെ പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ വഴിപാടിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തിയാൽ നിങ്ങൾക്ക് വലിയ അവസരങ്ങൾ വന്നുചേരും. ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ, ആഡംബരതുല്യമായ ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കും. അടുത്തതായി വരുന്നത് മൂലം നക്ഷത്രമാണ്. ദൈവം ആരെയും വെറുതെ വിടില്ല എന്നതിൻ്റെ തെളിവായിരിക്കും മൂലം നക്ഷത്രക്കാരുടെ ഈ വർഷം. സർക്കാർ ആനുകൂല്യങ്ങളും ഉന്നത ബന്ധങ്ങളും ബഹുമതികളും നിങ്ങളെ തേടിയെത്തും. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുവാനും അവസരമുണ്ടാകും. ഈ മെയ് മാസം അപ്രതീക്ഷിത ധനയോഗം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തുക നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. ഒരു സ്വപ്നതുല്യമായ ജീവിതം തന്നെ നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയും ഒത്തുചേരുമ്പോൾ ആ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിക്കും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും
രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ സാധ്യമാകുന്ന സമയങ്ങളിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അടുത്തതായി സൗഭാഗ്യങ്ങൾ വന്നുചേരാൻ പോകുന്ന മറ്റൊരു നക്ഷത്രമാണ് മകൈര്യം. നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം കേട്ടിരിക്കുന്നു. കഷ്ടപ്പാടുകൾക്ക് അറുതി വരും. വർഷാവസാനത്തിന് മുൻപ് തന്നെ നിങ്ങൾക്ക് സ്വന്തമായി വീട്, വാഹനം, വിവാഹം ഇവയെല്ലാം വന്നുചേരും. വ്യാഴത്തിൻ്റെ വക്രഗതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് വലിയ ധനലാഭം നൽകും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനം ഈ മെയ് മാസം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭഗവാനെ മറക്കുവാൻ പാടില്ല. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടൊപ്പം നിങ്ങൾ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി വിശാഖം നക്ഷത്രക്കാരാണ്. ഇരുൾ കനക്കുന്നത് പ്രഭാതം അടുക്കുന്നതിൻ്റെ ലക്ഷണമാണ്. കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ച ഐശ്വര്യക്ഷയം മാറി രാജയോഗം ആരംഭിക്കുന്നു. ലോട്ടറി ഭാഗ്യവും ബിസിനസ് ലാഭവും വന്നുചേരും. ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ടാവും. നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയങ്ങളിൽ കൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്രയേറെ ധനമാണ് വന്നുചേരാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നു. നിങ്ങളുടെ തകർച്ച ആഗ്രഹിച്ചവർക്ക് തിരിച്ചടി ലഭിക്കുന്ന സമയമാണ് കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിനും ഇരട്ടി ഫലം ലഭിക്കും. ഈ മെയ് മാസം അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അടുത്തതായി നമുക്ക് കാണാൻ സാധിച്ചത് ഉത്രാടം നക്ഷത്രക്കാരെയാണ്. സ്വന്തമായി ഭൂമിയില്ലാത്ത ഉത്രാടം നക്ഷത്രക്കാർക്ക് അത് സ്വന്തമാക്കാനും ജോലി നഷ്ടപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട ജോലി ലഭിക്കുവാനും ഈ കാലഘട്ടം സഹായിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിലെ ഇരട്ടി ഫലം ലഭിക്കുന്ന സമയമാണ്. മടിയും അലസതയും മാറ്റി നിർത്തിയാൽ വിജയം സുനിശ്ചിതമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മെയ് മാസം അപ്രതീക്ഷിതമായ ധനനേട്ടമുണ്ടാവും. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ മുതൽക്കൂട്ടാവുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തുക. നാം ഇവിടെ പരാമർശിച്ച എല്ലാ നക്ഷത്രക്കാരും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിങ്ങൾക്ക് കുലദേവതയുടെ ചൈതന്യം കുറഞ്ഞതായി ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ പ്രാർത്ഥനയും കഠിനാധ്വാനവും ഒരുപോലെ ആവശ്യമാണ്. ജ്യോതിഷം എന്നത് പ്രപഞ്ചത്തിൻ്റെ താളലയങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വഴികാട്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അതായത് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ വീട്ടിലിരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ചെയ്യുക. വെള്ളിയാഴ്ചകളിൽ ദേവി വചനം നടത്തുക. ഒപ്പം തന്നെ ലളിത സഹസ്രനാമം ജപിക്കുന്നത് ധനസമൃദ്ധിക്ക് അത്യുത്തമമാണ്. നിങ്ങൾ ഈ വർഷത്തെ വിഷുക്കണി കൃത്യമായി കണ്ടവരാണ് എങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയും വഴിപാടുകളും ആത്മാർത്ഥമാണ് എങ്കിൽ ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ വിഷുക്കാലം കഴിഞ്ഞ് ഈ മെയ് മാസം നിങ്ങളുടെ ജീവിതം ഉയർച്ചയിൽ എത്തുക തന്നെ ചെയ്യും. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സമ്പത്തും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.